ഹലോ ഗൈസ് ഹലോ ഗൈസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെല്ലാം ഫ്രിഡ്ജ് ഉണ്ടായിരിക്കുമല്ലോ. ഈ ഫ്രിഡ്ജിന് താഴ്വശവും ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ താഴ്വശവും എല്ലാം തുരുമ്പെടുത്ത് ഈ ഡോറെല്ലാം ഇളകിപ്പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണേണ്ടതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, വീഡിയോക്ക് ലൈക്കും ചെയ്യണം. വിരോധമില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇതാണ് നമ്മളിന്ന് തുരുമ്പ് വന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഫ്രിഡ്ജ്. ഇതിൻ്റെ ഡോറും ഈ ഫ്രിഡ്ജിൻ്റെ ഡോറും താഴ്വശമൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഫുള്ള് തുരുമ്പ് വന്ന് ആകെ നശിച്ചിരിക്കുകയാണ്. ഒരു കാല് പോയിട്ടുണ്ട്, പിന്നൊരു കാല് ഇവിടെ ഉണ്ട്, ലെഗ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ അഴിച്ച് മാറ്റും. എന്നിട്ട് ആ ഫ്രിഡ്ജിൻ്റെ താഴ്വശമാണ് നമ്മൾ ഈ കാണുന്നത്. ആകെ തുരുമ്പ് വന്ന് നശിച്ച രീതിയിൽ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ഈ ഡോർ ക്ലാമ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതാണ് ആ സ്ക്രൂ കണ്ടില്ലേ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിന് മേളിൽ. അതാണ് അവിടെ ഡോർ ക്ലാമ്പ് വരുന്ന ഭാഗമാണത്. അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ ഡോറ് എടുത്ത് മാറ്റുവാണ്. അങ്ങനെ എടുത്ത് മാറ്റി ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. അവിടെ കണ്ടില്ലേ, മൊത്തം ആ ഭാഗവും തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡോറെടുത്ത് മാറ്റിയതിന് ശേഷം ആ തുരുമ്പ് വന്ന ഭാഗം എല്ലാം ഗ്രൈൻഡ് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടൊക്കെ കളഞ്ഞ് ഒഴിവാക്കുവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുവാണ്. അതിന് ശേഷം ആ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. ആ മേൽഭാഗം കണ്ടില്ലേ, അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ വേറൊരു നമ്മുടെ GI ഷീറ്റോ സ്റ്റീൽ ഷീറ്റോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആ ഭാഗം കട്ട് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഷീറ്റ് എടുത്ത് മടക്കി ആ ഷേപ്പാക്കിയതിന് ശേഷം അവിടെ വെക്കും. അങ്ങനെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം സ്ക്രൂ ഡ്രൈവറും ഹാമറും ഉപയോഗിച്ച് തട്ടിക്കളയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തട്ടിക്കളഞ്ഞ് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ ചെറിയൊരു കട്ട് ഒരു സ്ക്വയർ ആകൃതിയിൽ ഒരു കട്ട് കൊടുക്കും. അവിടെ കാണുന്ന ഷീറ്റില്ലേ, ആ ഷീറ്റ് സ്ക്വയർ ആകൃതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വലിയൊരു ഷീറ്റ് വെച്ച് അടക്കാൻ പോകണം. അപ്പോൾ അടക്കുമ്പോൾ ഇവിടെയാണല്ലോ നമ്മളെ ഡോറിൻ്റെ ക്ലാമ്പും ഡോറിൻ്റെ ഇഞ്ചസ് എല്ലാം വരുന്ന ഭാഗം ഇതാണല്ലോ. അപ്പോൾ അവിടെ ഇച്ചിരി ഇച്ചിരി ഹാർഡായ ഇച്ചിരി കനം കൂടിയ ചെറിയൊരു ഷീറ്റിൻ്റെ കഷ്ണം ഒരു 10 സെൻറ്റിമീറ്റർ ഒക്കെ ആയിട്ടുള്ള ഒരു ചതുരാകൃതിയിലുള്ളൊരു ഒരു ഷീറ്റ് എടുത്ത് അവിടെ വെക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ആ കട്ട് ഒന്നുകൂടി വലുതാക്കി എന്നിട്ട് ആ ആകൃതിയിൽ നമ്മളൊരു ഷീറ്റ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആ ആകൃതിയിൽ ഷീറ്റ് കട്ട് ചെയ്യിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷീറ്റ് വെച്ച് അളവെടുത്ത് ആ ഷീറ്റ് നമ്മളവിടെ പിടിപ്പിക്കും. അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആ ഷീറ്റ് അതിനകത്തോട്ട് അടിച്ച് കയറ്റി ഹോൾഡ് ചെയ്യാൻ പോവുകയാണ്. അത് ഹോൾഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് വീണ്ടും ഒരുപാട് കാലം വീണ്ടും യൂസ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ പല ആൾക്കാർക്കും അറിയില്ല, ഇപ്പോൾ ഫ്രിഡ്ജ് തുരുമ്പ് വന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഡോറെല്ലാം തുരുമ്പ് വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പലർക്കും അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്.
അല്ലാണ്ട് ഇത് ഒരുപാട് ആൾക്കാർ അധികം ആൾക്കാർക്കും അറിയുണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നടക്കുന്നു. പക്ഷേ അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ പരിഗണിക്കണമല്ലോ, അതിനും കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡോറിൻ്റെ ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഡോറ് വെക്കാനുള്ള ആ ഭാഗത്തിന് ഒന്ന് ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഷീറ്റ് വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിതാ മെയിൻ ഷീറ്റ് അവിടെ കവർ ചെയ്യാൻ പോകണം. ആ തുരുമ്പ് വന്ന ഭാഗം കവർ ചെയ്യാൻ പോകുന്ന ഷീറ്റ് നമ്മൾ അളവെടുത്ത് അത് മടക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു വര വരച്ചതിന് ശേഷം അത് മടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആ കട്ടർ കൊണ്ട് നമുക്ക് മടക്കേണ്ട ഭാഗം അതിൻ്റെ താഴ്ഭാഗത്ത്, ഇപ്പം ഷീറ്റിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ വരഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ അവിടെ അടിക്കുമ്പോൾ അതിങ്ങനെ ആ ഫ്രിഡ്ജിൻ്റെ ആ അളവ് കണ്ടില്ലേ, തൊട്ടുള്ള അളവിനനുസരിച്ച് നമ്മൾ ചെയ്തതാണത്. അപ്പോൾ അങ്ങനെ അടിക്കാൻ വേണ്ടി വളച്ചെടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആ ഫ്രിഡ്ജുമായി പീസ് വെക്കുമ്പോൾ മനസ്സിലാവും. നമ്മളെ അടുത്ത് സ്ഥലപരിമിതി കുറവാണ്, അതുകൊണ്ടാണ് ഇതിനെല്ലാം വലിച്ചടിച്ച് സ്ഥലപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഇതിപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് ക്ഷമിക്കണം. ഇങ്ങനെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിലൊക്കെ കണ്ടതുകൊണ്ട്. ഇങ്ങനെയുള്ള പാച്ച് വർക്കൊക്കെ ചെയ്യുന്നൊരു ഷോപ്പാണിത്, അതുകൊണ്ട് അത്ര വൃത്തിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ നമ്മളതാ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തെങ്കിലും വേണ്ടിയാണ് അവിടെ വെച്ച് മടക്കി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ച് റിവറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതവിടെ ഉറക്കും. അതിൻ്റെ സൈഡൊക്കെ നമ്മളിതുപോലെ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു അവയർനെസ് കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക.
അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രിഡ്ജ് പണിയെല്ലാം പൂർത്തീകരിച്ച് റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ തുരുമ്പ് വന്നൊരു ഫ്രിഡ്ജ് എന്ത് ചെയ്യണമെന്ന് ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് നമുക്ക് വീണ്ടും ഒരുപാട് കാലം യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗൈസ് എൻ്റെ ഈ വീഡിയോ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ, AC, ഫ്രിഡ്ജ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ കൊണ്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ഓക്കെ.